ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചെടിയെ കണ്ടോ? നമ്മൾ ഈ മഴയെ പ്രണയിച്ചവൾ എന്ന് പറയത്തില്ലേ, അതേപോലെ മഴയെ പ്രണയിച്ച ഒരു സുന്ദരിയാണ് ഇതേ മൊട്ടയ്ക്കായിട്ട് നിൽക്കുന്നത്. ആദ്യത്തെ മഴ അങ്ങോട്ട് വീഴുമ്പോഴത്തേക്ക് നിറച്ച് മൊട്ടോട് കൂടി വരുന്ന ഒരു ചെടിയാണ് ഞാൻ ഈ കാണിക്കുന്ന ചെടി ഏതാണെന്ന് ഏകദേശമൊക്കെ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായി കാണും ഇതാ ഏത് ചെടിയാണെന്ന്. അത് എല്ലാ ഇലകളുടെ ഇടയ്ക്കൂടെ മുട്ട് വന്ന് നല്ലപോലെ മുട്ടുകൾ വരുന്നുണ്ട്. ആദ്യത്തെ മഴ പെയ്യുമ്പോൾ അവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ ഈ ഒരു അവസ്ഥ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇതിനെ അങ്ങ് മാറ്റി മഴയത്തുനിന്ന് അങ്ങ് അകത്തോട്ട് മാറ്റിയിരുത്തി. പിറ്റേ ദിവസത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതാണ് ടെക്സസ് സേജ് അല്ലെങ്കിൽ നിക്കോഡിയ എന്ന് പറയുന്ന ചെടിയാണ്. മനോഹരമായ ഒരു സിൽവറാണ് ഇതിൻ്റെ ഇലയുടെ കളറ്, പേർപ്പിൾ കളർ പൂക്കളുമാണ് ഇതിന് വരുന്നത്. നല്ല മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ്. നല്ല വെയിലത്ത് വളരുന്ന ചെടിയാണ്. വെള്ളം വളരെ കുറച്ച് മതി. നമുക്ക് നല്ല വെയിലത്ത് വെക്കുവാണെങ്കിൽ നല്ല പോലെ പൂക്കളും ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. പക്ഷെ നല്ല വെയിലത്ത് വെക്കണം കേട്ടോ. പിന്നീട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെയിലേ ഉള്ളൂ എങ്കിൽ ഇതിന് ഒരുപാട് ഇലകൾ വരും, പൂക്കൾ വരാൻ ഒരുപാട് താമസം വരും. പിന്നീട് പറയാന്ന് ആദ്യത്തെ മഴ ഇതിൻ്റെ ഇലകളിൽ വീഴുമ്പം തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് പൂത്തു തുടങ്ങും. നമ്മൾ പ്രത്യേകിച്ച് DAP അങ്ങനെ ഒന്നും ഇടണ്ട. ആദ്യത്തെ മഴയെ പ്രണയിച്ചവൾ എന്ന് പറയുന്നതാണ് ഫുൾ അങ്ങ് പൂക്കും കേട്ടോ. ഇത്രയും ഭംഗിയായിട്ട് ഈ ഒരു ചെടി പൂക്കുന്നത് ഈ മഴക്കാലത്തല്ല, നമുക്ക് വേനലിൽ ഇത് പൂക്കും. നമ്മൾ DAP ഒക്കെ ഇട്ട് കൊടുക്കും, ഫെർട്ടിലൈസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൂക്കും. പക്ഷേ ഇത്രയും പൂക്കൾ എന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും അതിൻ്റെ ഓരോ ഇലയുടെ ഇടയ്ക്കൊന്നും മുട്ടും പൂക്കളും വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ പൂക്കൾ ഒരു 2 ദിവസത്തേക്കുള്ളിൽ നിൽക്കത്തില്ല കേട്ടോ, അപ്പോഴേ ഇത് പൊഴിഞ്ഞു തുടങ്ങും. ഇത് ആദ്യത്തെ ഈ ഒരു മഴ വരുമ്പോൾ ഇത് പൂത്ത് നിൽക്കുമ്പോൾ പിന്നീട് മഴയത്തൊന്നും ഇത് പൂക്കില്ല കേട്ടോ. ആദ്യത്തെ മഴവെള്ളം വീഴുമ്പോൾ മാത്രമേ പൂക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ pH മാറുന്നതാണ് കാര്യം. ഈ ചെടി നല്ല രീതിയിൽ നമ്മൾ നടുന്ന സമയത്ത് ചാണകപ്പൊടിയും അല്പം എല്ലുപൊടിയൊക്കെ ചേർത്താണ് ഈ ചെടി നടുന്നത്. നല്ല രീതിയിൽ ഹൈറ്റ് വെക്കുന്ന ചെടിയാണ്. എപ്പോഴും നമ്മൾ 1 മാസത്തിൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ നല്ല രീതിയിൽ ഇതിൻ്റെ മോൾ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് വരും കേട്ടോ. നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കണം. നല്ല ഹാർഡ് പ്രൂണിങ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയും കൂടിയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് കട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രമേ നല്ല പോലെ പൂക്കൾ വരത്തുള്ളൂ. എപ്പോഴും ഇതിൻ്റെ ഇലയുടെ ഉൾഭാഗത്തു നിന്നാണ് പൂക്കൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പൂക്കൾ എവിടെ നിന്നാണ് വരുന്നതെന്ന്. അപ്പോൾ നിങ്ങളിത് നല്ലപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പുതിയ തളിര് വരും തോറും പൂക്കൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഈ ചെടിയുണ്ട്, ഇതുവരെ പൂത്തില്ല എന്ന് കംപ്ലൈൻ്റ് ആണെങ്കിൽ നല്ല പോലെ പ്രൂൺ ചെയ്ത് കൊടുക്കുക, ഉറപ്പായിട്ടും പൂക്കൾ വന്നിരിക്കും. ഈ നിക്കോഡിയ പ്ലാന്റിൻ്റെ തൈകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇതാണ് തൈകളുടെ സൈസ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.